ഇപ്പം വെള്ളം കോരാൻ വേണ്ടി എല്ലാവരും ഗ്രില്ലിനകത്ത് തന്നെ നമ്മൾ തൂണ് കണക്ക് സെറ്റ് ചെയ്യും. അന്ന് തൂണിനകത്ത് സെറ്റ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രില്ല് തുറക്കുമ്പം ചെറിയ ഒരു സ്ക്വയർ ആയിരിക്കും ഇടുന്നത്. ആ സ്ക്വയറിനകത്ത് ഇറങ്ങുന്ന രീതിയിലാണ് ഇവർ എൽ ഷേപ്പിൽ അവർ വെൽഡ് ചെയ്ത് വെക്കുന്നത്. അന്നേരം അത് ഭയങ്കര ഫൗളാണ്. പക്ഷേ ഈ വീഡിയോയ്ക്കകത്തെന്ന് പറയുമ്പം ദാണ്ട നീ നോക്കിക്കോണം. ചെറിയൊരു അടപ്പ് തുറന്നതിന് ശേഷം പിന്നെ കണ്ടോ വരിപ്പത്തി കണ്ടോ എപ്പോഴത്തേക്ക് നമുക്ക് തൂണിന് വെള്ളം കോരാൻ നല്ല പൊക്കം കിട്ടും. ഈ രീതിയിൽ പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കോരുന്നതിന് ഒരു കുഴപ്പവും വരാണ്ട് ഒരു ലോക്ക് ആണെങ്കിൽ സൈഡിലും വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ തന്നെ എന്നേക്കാൾ നല്ല പൊക്കമുണ്ട്. കാരണം ഹൈറ്റ് കണ്ടോ അത്രയുണ്ട്. കൈ എത്തിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പിടിച്ച് വെള്ളം കോരാൻ പറ്റും. എക്സ്ട്രാ താണ്ട് സൈഡിലോട്ട് കണ്ടോ ഒരു ചെറിയൊരു അടപ്പ് കണക്കെ വരുന്നുണ്ട്. ആ അടപ്പ് താത്തിട്ട് കണ്ടോ. മറ്റേന്ന് വെച്ചാൽ ഈ അടപ്പ് കാണത്തില്ല, അവിടെ വെൽഡ് ചെയ്ത് വയ്ക്കും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ പൊക്കം കുറഞ്ഞു പോകും, വെള്ളം കോരാൻ പറ്റത്തില്ല. ഇത് നമുക്ക് എത്ര വേണം കണ്ടോ, ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റും കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ പണിയണം. അന്നേരം അതിന് വേണ്ടി ഒരു വീഡിയോ ഇട്ടതാണ്. മിക്ക ആൾക്കാർക്കും അത് അറിയത്തില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതിൻ്റെ സംഭവം എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ചെറിയ കോളമാക്കിയിട്ട് ആ എൽ ഷേപ്പ് വെച്ചേക്ക സാധനം ചെറിയ പൊക്കം കുറഞ്ഞു പോകും. അതായത് നമുക്ക് വെള്ളം കോരാൻ പറ്റത്തുമില്ല.